കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഈ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ എല്ലാവരും ക്ലാസ് മുറികളിൽ കുട്ടികളെ നേരിട്ട് കണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നവരാണ്. എന്നാൽ പെട്ടെന്ന് നമ്മൾ ഒരു കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ക്ലാസ് എടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ചിലരൊക്കെ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേനും കുറച്ചൊന്ന് പകച്ചുപോയി. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വീണെണീറ്റ് കുറെ പാഠങ്ങൾ പഠിച്ചു. ഈ പാഠങ്ങൾ ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉപകാരമായേക്കാം. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സെറ്റിംഗ്സ് ആയ ലൈറ്റിങ്ങും സൗണ്ടും ബാക്ക്ഗ്രൗണ്ടും മുതൽ വളരെ പ്രധാനപ്പെട്ട കുട്ടികളെ എങ്ങനെ എൻഗേജ് ചെയ്യിക്കാം എന്നുള്ളത് വരെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ക്ലാസ് മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം ഒരാളുടെ ശ്രദ്ധ മാറിപ്പോയാൽ എങ്ങനെയാണ് ആളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരേണ്ടതെന്ന്. പക്ഷേ ഈ വെർച്വൽ ലോകത്ത് എങ്ങനെയാണ് നമ്മളത് ചെയ്യുക? അതിലുമുപരി നമ്മളെക്കാളും കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ കാര്യത്തിൽ കേമന്മാരാ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. സോ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കുറച്ച് പാഠങ്ങളുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണതെന്ന്. ഞാൻ ഇപ്പൊ ഇരിക്കുന്ന പൊസിഷനിൽ നാച്ചുറൽ ലൈറ്റ് എന്റെ പുറകിൽ നിന്നാണ് വരുന്നത്. സോ ഞാൻ ഇവിടെ എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും എന്റെ മുഖത്തൊരു പോസിറ്റീവ് എനർജിയോ ഗ്ലോയോ ഒന്നും ഉണ്ടാവില്ല. സോ നെവർ ഡു ദിസ്. ഞാൻ നേരത്തെ ഇരുന്ന പൊസിഷന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ നോക്കിയേ, മുഖത്ത് ഒരു നാച്ചുറൽ ലൈറ്റ് കൊണ്ടുവരുന്ന ഒരു ഗ്ലോ ഉണ്ടാവും, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അത് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തു, കസേര മാറ്റി. നമ്മളൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഏകദേശം ഈ ഭാഗം വരെ കാണാൻ പറ്റുക. അപ്പൊ നമ്മളെക്കാളും വലുപ്പത്തിലൊരു കസേരയോ അല്ലെങ്കിൽ ആ ഹൈറ്റിനേക്കാളും ഉയരത്തിലൊരു ബാക്ക് റെസ്റ്റോ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലുക്ക് എ ലിറ്റിൽ ഓക്വേർഡ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ രണ്ട് സെനാരിയോസ്. ആദ്യത്തേത് യെല്ലോ ലൈറ്റ്, കൊള്ളില്ല അല്ലെ. രണ്ടാമത്തേത് വൈറ്റ് ലൈറ്റ്. വൈറ്റ് ലൈറ്റ് നമുക്ക് ഒരു ഗ്ലോ തരും. അതുകൊണ്ട് തന്നെ മുറിക്കുള്ളിൽ കിടക്കുന്നത് യെല്ലോ ലൈറ്റ് ആണ് എങ്കിൽ അല്ലെങ്കിൽ വാം ലൈറ്റ് ആണ് എങ്കിൽ മാറ്റാൻ സമയമായി. ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിന് മുൻപ് മുറിക്കുള്ളിലെ എല്ലാ ലൈറ്റുകളും സ്വിച്ച്ഡ് ഓൺ ആണ് എന്നുള്ളത് ഉറപ്പിക്കുക. ലൈറ്റിങ്ങിന്റെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ ടിപ്പ്. ഇൻ കേസ് നേരത്തെ പറഞ്ഞ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് വെച്ചോളൂ, മുറിക്കുള്ളിൽ ഒരു എക്സ്ട്രാ മോണിറ്റർ ഉണ്ടാവും. അത് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഇനി ഒന്നും ഇല്ലെങ്കിൽ ഒരു ടെലിവിഷൻ സ്ക്രീനോ യൂട്യൂബുമായി കണക്ട് ചെയ്യുക. എന്നിട്ട് സെർച്ച് ഫോർ വൈറ്റ് ലൈറ്റ് വീഡിയോ ബാക്ക്ഗ്രൗണ്ട്. നല്ല വെള്ള നിറത്തിലുള്ള പ്രകാശം നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു ആൻ എക്സ്ട്രാ ഗ്ലോ. ക്യാമറ പൊസിഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്നു എന്ന ഫീൽ അവർക്ക് ഉണ്ടാകണമെങ്കിൽ ഐ കോണ്ടാക്ട് പ്രോപ്പർ ആയിരിക്കണം. ഐ കോണ്ടാക്ട് പ്രോപ്പർ ആകണമെങ്കിൽ നമ്മുടെ ഐയും ക്യാമറയും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും ഇനി ഫോൺ ആയാലും അതിന്റെ പൊസിഷൻ അതിനനുസരിച്ചൊന്ന് മാറ്റേണ്ടി വരും. അവിടെ നമുക്ക് സഹായമായി എത്തുന്നത് ഓഫ് കോഴ്സ് എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഇവിടെ ഞാൻ കുറച്ച് ബുക്സ് എടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഈ ലാപ്ടോപ്പിന്റെ ലെവൽ എൻ്റെ ഐ ലെവലിൽ നിന്ന് താഴെയുള്ളത്. സോ ഐ ലെവൽ ഞാൻ പ്രോപ്പർ ആക്കണമെങ്കിൽ ഒന്നുകിൽ ഞാൻ ബുക്സ് അടിയിൽ വെച്ച് ഇതിനെ ഒന്ന് ഹൈറ്റൻ ചെയ്ത് ഞാൻ നോക്കണം ഏത് ലെവലിലാണ് ഇത് കറക്റ്റ് ആകാം. മേ ബി ലൈക്ക് ഒന്നോ രണ്ടോ ബുക്സ് വെക്കേണ്ടി വരുമായിരിക്കും. അല്ല എങ്കിൽ ചിലപ്പോൾ ഞാൻ ഇരിക്കുന്ന കസേരയിൽ ഒരു കുഷൻ ആഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങളുടെ ക്യാമറയും ഐ ലെവലും ഒരേ ലെവലിലേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കുക. നമ്മൾ ക്ലാസ് എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ക്ലട്ടേർഡ് ആണ് എങ്കിൽ ഓഫ് കോഴ്സ് കുട്ടികളുടെ ശ്രദ്ധ ബാക്ക്ഗ്രൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ക്ലാസ് എടുക്കുന്ന സ്ഥലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കഴിവതും make it as simple as possible. ഇതുപോലുള്ള സിമ്പിൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ബട്ട് ഏത് കളർ ആയാലും അത്ര ഡാർക്ക് അല്ലാത്ത കളേഴ്സ് ആണ് എപ്പോഴും സ്യൂട്ട് ആവുക. ക്ലാസ് എടുക്കുമ്പോൾ സൗണ്ടിന്റെ ഇമ്പോർട്ടൻസ് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ വീട്ടിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ വീട്ടുകാരോട് ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് നിർബന്ധമായും പറയണം. ക്ലാസ്സിനിടയിൽ അമ്മ, അച്ഛ, ചേട്ടാ, മാമ എന്നൊക്കെയുള്ള വിളികൾ കുറച്ച് ഡിസ്റ്റർബിംഗ് തന്നെയായിരിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സൗണ്ട് സിസ്റ്റം. ലാപ്ടോപ്പ് ആണ് എങ്കിലും ഫോൺ ആണ് എങ്കിലും കഴിവതും ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഹെഡ്ഫോൺ വിത്ത് മൈക്ക്. ഓക്കെ, ഇനി ഹെഡ്ഫോൺ വിത്ത് മൈക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങളും ലാപ്ടോപ്പും അല്ലെങ്കിൽ നിങ്ങളും ഫോണും തമ്മിലുള്ള ദൂരം കഴിവതും അടുത്താക്കാൻ ശ്രമിക്കാം. ഇത് എത്രമാത്രം ദൂരം കൂടുന്നോ അത്രമാത്രം സൗണ്ട് ഇത് ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി സിസ്റ്റത്തിന് കുറയും. അതുകൊണ്ട് കഴിവതും ആ ഡിസ്റ്റൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓൺലൈൻ ക്ലാസ്സുകൾ നടത്താൻ ഒട്ടേറെ ആപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്.
ഈ ആപ്പുകൾക്കെല്ലാം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഈ ഫീച്ചേഴ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന നമുക്ക് കൃത്യമായ ധാരണ ഇല്ല എങ്കിൽ അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ കുട്ടികളുടെ മൈക്കും ക്യാമറയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കും, പിള്ളേരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ കുട്ടികളോട് മൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ പോരെ? നോ, അവർ കേട്ടുകൊള്ളണം എന്നൊരു നിർബന്ധവുമില്ല. പക്ഷെ ഈ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ എല്ലാ മൈക്കും ഓൺ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഹിസിംഗ് സൗണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനി വേറെയുള്ള ഫീച്ചേഴ്സ് ആണ് ലൈക്ക് റേസിംഗ് ദ ഹാൻഡ്, ക്ലാപ്പിംഗ്, തംസ് അപ്പ്. ഇങ്ങനെ ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ്, ചാറ്റിംഗ്, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടാവുക. വീട്ടിലിരുന്ന് വീഡിയോ കോൺഫറൻസിങ് ചെയ്യുന്ന പല ഫണി വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് കാണാവുന്ന ഭാഗം മാത്രം നന്നായി ഡ്രസ്സ് ചെയ്യുക, ബാക്കിയുള്ളത് ഏതെങ്കിലും ഹോം ഡ്രസ് ഉപയോഗിക്കുക. പക്ഷേ ഒന്ന് ആലോചിക്കണം, നമ്മുടെ ഡ്രസ് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ആരാ? അധ്യാപകരാണ്. കുട്ടികളെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാനിരിക്കുന്നവരാണ്. നമ്മുടെ കോൺഫിഡൻസും നമ്മൾ സംസാരിക്കുന്ന രീതിയും കുട്ടികളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ അല്ലാതിരുന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നേരെയല്ല എന്നൊരു തോന്നൽ സ്വയം ഉണ്ടാകും. അത് നമ്മുടെ സംസാരത്തിൽ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. സോ ഈ ഫണ്ണി വീഡിയോസിൽ കണ്ട പരിപാടി നമുക്ക് വേണ്ട. ക്ലാസ് എടുക്കാനിരിക്കുന്നുവെങ്കിൽ പ്രോപ്പറായി നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലാസ് റൂമിൽ കുട്ടികളെ അഭിസംബോധന ചെയ്യുമ്പോൾ നിൽക്കുക, അതേ രീതിയിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കാനും ശ്രദ്ധിക്കുക. ഓൺലൈൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ കാം ആൻഡ് ക്വയറ്റ് ആയ ഒരു സ്പേസ് നിങ്ങൾക്കായി സെറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടബിൾ സ്പേസ് ചൂസ് ചെയ്യാൻ. ആ സ്പേസിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും എഴുതേണ്ടി വന്നാൽ ഒരു പേന, ഒരു നോട്ട് പാഡ്. ഇനി വെള്ളം ദാഹിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പോകേണ്ടി വരരുത്, അതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊരു ഗ്ലാസ് വെള്ളം ഉണ്ടാവണം. ഇനി നിർബന്ധമായും അടുത്തുണ്ടാകാൻ പാടില്ലാത്തൊരു സാധനമുണ്ട്, അത് നമ്മുടെ ഫോണാണ്. സൈലന്റ് മോഡിലാക്കി നമ്മളിൽ നിന്നും കുറച്ച് അകലത്തേക്ക് ഫോൺ മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ ക്ലാസുകൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിലെ ഇന്റർനെറ്റിന്റെ സ്റ്റെബിലിറ്റി കൃത്യമായി ചെക്ക് ചെയ്യുക. വയേർഡ് കണക്ഷൻ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ്. ഇനി നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റാൾക്കാർ അതേ കണക്ഷൻ ഉപയോഗിച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവർ സിനിമ കാണുന്നു അല്ലെങ്കിൽ കുട്ടികൾ ഗെയിംസ് കളിക്കുന്നു, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അത്രയും സമയത്തേക്കെങ്കിലും നിങ്ങൾ മറ്റുള്ളവരോട് അതേ കണക്ഷൻ ഉപയോഗിച്ച് വേറൊന്നും ചെയ്യാതിരിക്കാനായി പറയുക. ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന ഏതാണ്ട് എല്ലാ ആപ്പുകളിലും തന്നെ സ്ക്രീൻ ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് കുറച്ച് നന്നായി കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അവർക്കൊരു PPTയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇത് കാണിക്കുമ്പോൾ നമ്മുടെ സ്ക്രീനാണ് ഷെയർ ആകപ്പെടുന്നത്. എത്രയോ പ്രാവശ്യം നിങ്ങൾ കുട്ടികളോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെക്കണമെന്ന്. ഈ വൃത്തിയെക്കുറിച്ചുള്ള ക്ലാസ് എടുത്ത നമ്മൾ തന്നെ നമ്മുടെ സിസ്റ്റം വളരെ ക്ലട്ടേർഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ ട്രോൾ ചെയ്യാൻ വേറെ എന്തെങ്കിലും കാരണം വേണ്ടി വരുമോ കുട്ടികൾക്ക്? സോ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എൻറ്റയർ ഡെസ്ക്ടോപ്പ് ക്ലിയർ ആയിരിക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്ത് ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് കാണിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പുതിയതായി ഒരു ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ, അതായത് ഒരു പ്രൈവറ്റ് വിൻഡോയിൽ അത് ഓപ്പൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഇതിനു മുൻപ് നിങ്ങൾ സെർച്ച് ചെയ്ത ടേംസ് ഒന്നും അതിൽ പോപ്പ് ചെയ്ത് വരില്ല. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഒരു ഓൺലൈൻ ക്ലാസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആദ്യം ഉണ്ടാകേണ്ടത് നിങ്ങൾ തന്നെ എഴുതി തയ്യാറാക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് സംശയമുണ്ടായാൽ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഇപ്പോൾ ക്ലാസ്സിലാണ് എങ്കിൽ എക്സ്ക്യൂസ് മീ സർ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ സംശയം ചോദിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഓരോ കുട്ടികളും ചോദിക്കാൻ പോയാൽ ഒരു ടോട്ടൽ ഡിസ്റ്റർബൻസിന് കാരണമാകും. അതുകൊണ്ട് ആപ്പുകളിൽ തന്നെയുള്ള റേസ് ദ ഹാൻഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കുട്ടി കൈ ഉയർത്തി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആ കുട്ടിക്ക് മൈക്ക് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് സംശയം ചോദിക്കാൻ. അങ്ങനെയാണോ വേണ്ടത്, അതോ ചാറ്റ് ചെയ്താൽ മാത്രം മതിയോ? അങ്ങനെ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ഇത് എഴുതി ഉണ്ടാക്കി കുട്ടികൾക്ക് മെസ്സേജിലൂടെ പാസ് ചെയ്യുക, കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുക. എത്രയോ
പ്രാവശ്യം നിങ്ങൾ ഫോണിൽ ഫോട്ടോ എടുത്ത ശേഷം നിങ്ങളുടെ ലുക്ക് ശരിയായില്ല എന്ന് പറഞ്ഞ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യിച്ച് വീണ്ടും എടുപ്പിച്ചിട്ടില്ലേ? ഇതേ സൈക്കോളജി നമ്മൾ സാധാരണ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലുക്കിൽ വല്ലാണ്ടങ്ങ് ഒബ്സസ്ഡ് ആയി പോകും. നമ്മളെ തന്നെ ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, നമ്മൾ തന്നെ നല്ല ഭംഗിയുണ്ട്, കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മുടി അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും. ഇത് ക്ലാസ്സിനെ വല്ലാതെ ഡിസ്ട്രാക്ട് ചെയ്യും. സോ എന്താ ചെയ്യേണ്ടത്? ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദാറ്റ്സ് കോൾഡ് ഹൈഡ് സെൽഫ് വ്യൂ. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ക്യാമറ പൊസിഷനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വ്യൂ അങ്ങ് ഹൈഡ് ചെയ്യുക. സോ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് ഒബ്സസ്ഡ് വിത്ത് യുവർ ലുക്സ്. Now comes the most important factor. എങ്ങനെയാണ് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികളെ എൻഗേജ് ചെയ്യുക? ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ കളികളിലൂടെയും ചോദ്യങ്ങളിലൂടെയും കൊച്ചു കൊച്ചു കഥകളിലൂടെയും നമുക്കറിയാമായിരുന്നു എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കേണ്ടത് എന്ന്. അതൊക്കെ നിങ്ങൾ വളരെ സൂപ്പറായിട്ട് ചെയ്യുന്നുമുണ്ടായിരുന്നു. എന്നാൽ ഓൺലൈൻ ക്ലാസ്സിൽ കാര്യങ്ങൾക്ക് ഒരു ഇച്ചിരി മാറ്റമുണ്ട്. കുട്ടികളെ നന്നായി എൻഗേജ് ചെയ്യിക്കാൻ പറ്റണമെങ്കിൽ ദ ഫസ്റ്റ് തിങ് ഇസ് നമ്മൾ ടെക്നോളജിയിൽ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായാൽ അത് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അവര് നമ്മളോട് എൻഗേജ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും മടിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് ആദ്യം നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നേരത്തെ നിങ്ങൾ ചോദിച്ചിരുന്ന കഥകളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ കുട്ടികളെ കൊണ്ട് മറുപടി പറയിക്കുന്ന രീതിയിലാണ് ഇവിടെ മാറ്റം വരേണ്ടത്. ക്ലാസ് റൂമിൽ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാ കുട്ടികളും കൂടെ ഒന്നിച്ചൊരു മറുപടി പറയും, റൈറ്റ്? ആൻഡ് ദാറ്റ് വാസ് ഓക്കെ ബിക്കോസ് ഇറ്റ് വാസ് വിത്തിൻ എ ക്ലാസ് റൂം. പക്ഷെ ഇവിടെ ഈ വെർച്വൽ ലോകത്ത് എല്ലാവരും കൂടി ഒന്നിച്ച് ഓരോരോ സ്ഥലങ്ങളിൽ ഇരുന്ന് മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ഡിസ്റ്റർബൻസ് ആയി മാറും. സോ ചാറ്റിലൂടെ കുട്ടികളെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ നിങ്ങൾ ശീലിപ്പിക്കണം അവരെ. അത് ചെയ്യുന്ന സമയത്ത് വെറുതെ കുട്ടികൾ ചാറ്റിൽ ഇങ്ങനെ മറുപടി പറഞ്ഞാൽ പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരേ സമയം ഐ കോണ്ടാക്ട് കുട്ടികളുമായി കീപ്പ് ചെയ്തുകൊണ്ട്, ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്യാമറയിലേക്ക് നോക്കണം. രണ്ടാമത്തെ കാര്യം, കുട്ടികൾ ചാറ്റിലൂടെ മറുപടി പറയുകയാണ്. അപ്പോൾ ആ ചാറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച്, രാകേഷിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞല്ലോ, ഇപ്രാവശ്യവും അനാമിക തന്നെയാണ് ഫസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ളത്, കൺഗ്രാജുലേഷൻസ് മോളെ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കണം. ഇടയ്ക്കൊക്കെ രമ്യയുടെ അനക്കൊന്നും കാണാനില്ലല്ലോ, കുറച്ച് നേരമായല്ലോ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിനൊന്നും മറുപടി കിട്ടുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്തോരം പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, റൈറ്റ്? ഏതൊക്കെ കുട്ടികൾ നമുക്ക് മറുപടി പറയുന്നുണ്ട്, ആരൊക്കെ പറയുന്നില്ല, പറയുന്ന കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യാനും. ഇനി ആരെങ്കിലും മറുപടി പറയാതിരിക്കുകയാണ് എങ്കിൽ അതൊരു ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ നമ്മളൊന്ന് അടുത്തോട്ട് പോകും, അല്ലേ? ഒന്ന് തൊടും, ഒന്ന് തലോടും, എന്ത് പറ്റി കുഞ്ഞെന്ന് നമ്മൾ ചോദിക്കും. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ക്ലാസ് റൂമിൽ അപ്പുറത്തെ കുട്ടി എന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പേരുകൾ എടുത്തു പറഞ്ഞ് അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും ചാറ്റിലൂടെ മറുപടി പറയാനായി അവരെ പരിശീലിപ്പിക്കുകയും വേണം. ആൻഡ് ദിസ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേ ഓഫ് എൻഗേജിങ് ചിൽഡ്രൻ. ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു ഓൺലൈൻ ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുക. ആൻഡ് ഐ എം ഡാം ഷുവർ, നമുക്കിത് പുതിയൊരു കാര്യമാണ്, അതുകൊണ്ടുള്ളൊരു തത്രപ്പാടാണിത്. ഇത് പെട്ടെന്ന് മാറിക്കിട്ടും, നിങ്ങൾ പേടിക്കണ്ട. ഭയന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത് മൊത്തത്തിൽ കൊളമാക്കുകയുള്ളൂ. അധ്യാപകരായ നമ്മളോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആദ്യം പഠിക്കുക, പിന്നെ പഠിപ്പിക്കുക. ഇവിടെ നമ്മളും പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ കാര്യം ഇവിടെ നമ്മൾ പഠിക്കേണ്ടി വരികയാണ്. ധൈര്യത്തോടു കൂടി പഠിക്കാം, പഠിപ്പിക്കാം.